ഹായ്, നമസ്കാരം. ഇന്നലെ പോസ്റ്റ് ഇട്ടിരുന്നു. തുടക്കം, വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം. സത്യമാണ്, അതൊരു തുടക്കം മാത്രമാണ്. ജസ്റ്റ് എ സ്റ്റാർട്ട്. അത്ര നല്ലൊരു വലിയൊരു പടം പ്രതീക്ഷിക്കേണ്ട. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ആ സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഒരു കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് ജൂഡ് ആൻ്റണി ജോസ്നുവിൻ്റെ മുമ്പുള്ള സിനിമകളിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഒരു ക്ലീശ സാധനങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന സംഭവങ്ങൾ ഫസ്റ്റ് ഹാഫിൽ കുറച്ചങ്ങനെ വന്ന് പോകുന്നു. പിന്നെ ഒരു ഇൻ്റർവെൽ, ഒരു ബ്ലോക്ക്. ആ ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോകുമ്പം നമ്മുടെ നാട്ടിലെ കുറച്ച് പോലീസുകാർ, എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു പോലീസുകാരും കാണും. ഇപ്പോൾ എന്തെങ്കിലും പരാതിയായിട്ട് എന്ന് കഴിഞ്ഞാൽ പരാതിക്കാരനായിട്ട് വെറുപ്പിക്കുന്ന കണക്കുള്ള ഒരു രീതിയിലുള്ള സമീപനം കാണിക്കുന്ന കുറച്ച് പോലീസുകാർ, അവരെ നല്ല രീതിയിലൊന്ന് കൊട്ടുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ. പിന്നെ പിന്നെ ചില അവന്മാർ, ഇവിടെ എല്ലാ പുരുഷന്മാരെയും അല്ല, പെണ്ണുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചില ഇത് വരുന്ന അവന്മാരെ എങ്ങനെ നേരിടണം. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഇവിടെ അവർക്കെതിരെ നിൽക്കാൻ അല്പം ഒന്ന് അനാവശ്യമായിട്ട് കയറി തൊട്ട് കഴിഞ്ഞാൽ രണ്ടെണ്ണം പൊട്ടിക്കാനുള്ള ധൈര്യം കാണിക്കുന്ന ഒരു പെണ്ണിൻ്റെ അടുത്തും ഒരുത്തനും തിരിച്ചങ്ങോട്ട് ചെയ്യില്ല. ഒരു രീതിയിലുള്ള ആക്രമണത്തിനോ അങ്ങനത്തേക്കോ ഒന്നും ചെയ്യത്തില്ല. അതാണ് ഈ സിനിമയ്ക്കകത്തും പറയുന്നത്. ഈ സിനിമയുടെ കഥയും ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഫസ്റ്റ് ലെവല് ഒരു സ്ഥലത്തേക്ക് താമസം മാറി വരുന്ന വില്ലേജ് ഓഫീസറും മകളും അവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് ഇൻസിഡൻറ്റും തനിക്ക് നേരിടേണ്ടി വരുന്നൊരു സെക്ഷൽ അബ്യൂസ്, അല്ലെങ്കിൽ ഒരു അബ്യൂസ് കാരണം തനിക്ക് ഉണ്ടാകുന്ന ട്രോമയെ അതിനെ നേരിട്ട് ഓവർകം ചെയ്ത് അതിനകത്തൊരു ക്ലൈമാക്സ് കൊണ്ടുവരും. അതാണ് സിനിമയുടെ ടോട്ടലി ഉള്ളൊരു സ്റ്റോറി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് ഭയങ്കര നല്ല രസമായിരുന്നു. പിന്നെ ലാലേട്ടൻ്റെ ക്യാമിയോ ആകുമ്പം പിന്നെ ആക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ആക്ഷൻ ത്രില്ലറുമ്പോൾ പോകുന്ന പടത്തിൽ എന്തായാലും ലാലേട്ടൻ ക്യാമിയോ വന്നു കഴിഞ്ഞാൽ ആക്ഷൻ വേണം. ഒരു ആക്ഷൻ ബ്ലോക്ക് ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. ട്രെയിലറൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു നോട്ടം തന്നെ മതി അങ്ങേർക്ക് എന്താണ് അവിടെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പുള്ളിയുടെ റോളിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് അതിപ്പോൾ വേറെ ആര് ചെയ്താലും വലിയ ഈ ഒരു ഇമ്പാക്റ്റേ കിട്ടത്തുള്ളൂ. വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ആ സിനിമ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ വിസ്മയ മോഹൻലാൽ എന്ന ആ ഒരൊറ്റ ക്യാരക്ടറിൻ്റെ ഒരു ഇതിലേ പോകുന്നുള്ളൂ. അതാണ് ആ സിനിമയുടെ സ്റ്റോറിയും അത് തന്നെയാണ്. ആ സിനിമയുടെ സ്റ്റോറി നട്ടിൽ ഇപ്പം വിസ്മയ മോഹൻലാലിൻ്റെ ക്യാരക്ടറാണ് ലേഡി ഓറിയൻറ്റഡ് പടം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മ്യൂസിക്, ജേക്സ് ബിജോയുടെ മ്യൂസിക് കിട്ടുമായിട്ടുണ്ട്. എനിക്കങ്ങ് ചില സ്ഥലത്ത് എനിക്ക് തോന്നിയതാണ്, ബാക്കിയുള്ളവർക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ. പ്രഹരം തുടരേ ജനഗണമന, ആ ഒരു സോങ്ങിൻ്റെ ഒരു ഇതുപോലെ ആ ഒരു ട്യൂണുമായിട്ട് ചില സ്ഥലത്തൊക്കെ BGMസിന് സാമ്യം തോന്നി. എനിക്ക് ആദ്യം കയറിയ ഒരു ഓർമ്മ വന്നതും അത് കേട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതും അതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ DOP ബാക്കിയെല്ലാം. പിന്നെ എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു കാര്യം, പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകുന്നൊരു കാര്യമാണ് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ആശിഷ് ജോബ് ആൻ്റണി. പൊന്നോ, അന്യായ പെർഫോമൻസാണ് പുള്ളി അതിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. വലിയ ഡയലോഗ് ഡെലിവറി ഒന്നും ഇല്ല സിനിമയ്ക്കകത്ത്, 1-2 ഡയലോഗിൻ്റെ ഉള്ളൂ. പക്ഷേ അതിനകത്തൊരു റൂട്ട് മാനൻ്റെ ഒരു കഞ്ചാവ് കടിച്ച് കിടക്കുന്ന, പിന്നെ ഒരു രീതിയിൽ ഹരാസ് ചെയ്യുന്ന ഒരു വില്ലൻ എന്ന് കുറേയൊക്കെ അയാളെക്കുറിച്ച്, ആ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ സ്പോയിലേഴ്സ് ആവുമെന്നതുകൊണ്ടാണ് ഞാൻ അധികം പറയാത്തത്. നമ്മളെ വെറുപ്പിക്കും, അത് തന്നെ. ആ രീതിയിൽ അയാൾക്ക് ഡയലോഗുകളില്ലാതെ തന്നെ സാധിച്ചിട്ടുണ്ട് എന്നത് നല്ല അഭിനേതാവിനെ, അത്ര നല്ലൊരു അഭിനേതാവിനെ കാണിച്ചു തരാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ജൂഡ് ആൻ്റണി ജോസഫിന് അത് ഒപ്പിയെടുക്കാൻ അയാൾക്ക്
ആ ഡയറക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്, ആ ഫിലിം മേക്കറിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നൊരു കൊച്ചു പടം, വലിയ പടമൊന്നും പ്രതീക്ഷിക്കേണ്ട. 2018 എടുത്തതിന് ശേഷം എടുത്തൊരു പടം എന്ന രീതിയിൽ നമ്മൾ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും പോകണ്ട. അത്ര വലിയൊരു സ്റ്റോറിയോ പിന്നെ ഒരു രീതിയിലൊരു കുട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കുറച്ച് പേരുണ്ടല്ലോ, ഇപ്പം ഒരു പെൺകുട്ടി സെക്ഷൽ അബ്യൂസിന് ഇരയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ പിന്നെ വേറൊരു കണ്ണോടുകൂടി കാണുന്ന കുറച്ച് പേര്, അവർ കാരണം മറ്റുള്ളവരും അങ്ങനെ കാണാൻ തുടങ്ങും. ചില വ്യാജ പ്രചരണങ്ങളും മറ്റതും മറിച്ചതും ഒക്കെ. ഇപ്പോൾ എക്സാമ്പിൾ ചില ഫേസ്ബുക്ക് കമൻറ്റുകളൊക്കെ കണ്ടിട്ടില്ലേ, ചിലരുടെയൊക്കെ ചില കാര്യങ്ങളിൽ തുണ്ടുണ്ടോടാ എന്നൊക്കെ വെച്ചുകൊണ്ട് അവരുടെ അങ്ങനെയൊക്കെയുള്ള കുറേ എണ്ണത്തിന് അങ്ങനത്തെയുള്ള കുറേ കാര്യം. പിന്നെ നമ്മുടെ സമൂഹത്തിൽ തന്നെ ചുറ്റുപാട് നമ്മുടെ വീടിലേക്ക് ചുറ്റുമുണ്ട്. ഇപ്പം ഈവൻ ഡിവോഴ്സായ പെണ്ണിൻ്റെ അടുത്ത് വരെ പെണ്ണിനെ പോലും വേറൊരു കണ്ണോടുകൂടി കാണുന്ന, അവളുടെ കുറ്റം കൊണ്ടാണ് ഡിവോഴ്സ് നടന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെ അതായത് കൊതി നുണയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറച്ച് പേര്, അവരായിട്ട് നല്ല രീതിക്ക് ഒന്ന് കൊട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ നമ്മുടെ സമൂഹത്തിൻ്റെ ആ ഒരു തെറ്റിനെ ഒന്ന് എടുത്ത് ചൂണ്ടിക്കളിയുന്നുണ്ട്. പിന്നെ ആ പെണ്ണിനെ പുറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ ആൾക്കാരെ ഫേസ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ വരും. നമ്മളൊരു ട്രോമ നേരിടുമ്പോൾ അതിനെ വീണ്ടും ഒരു ട്രോമ കൊണ്ട് വീണ്ടും അടിച്ചമർത്താൻ നോക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യമാണ്. അത് ഇതിനകത്ത് നല്ല രീതിയിൽ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ അവർക്ക് വലിയ രീതിയിൽ ചെയ്യാനൊന്നുമില്ല എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് ക്യാരക്ടേഴ്സ് പോയിട്ടുണ്ട്. പിന്നെ മേക്കിങ്, മ്യൂസിക്കൊക്കെ നല്ലതായിരുന്നു. തളിരവും വരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പാട്ട് തന്നെയാണ്. ആ പാട്ടൊരു നൈസ് പാട്ടായിരുന്നു, ചിത്ര ചേച്ചിയുടെ. പിന്നെ വേറൊരു സോങ് ഉണ്ട്, ഒരു ചെറിയ സോങ്. പിന്നെ ബാക്കിയില്ല, ആക്ഷൻ കൊറിയോഗ്രാഫിയൊക്കെ കിടു, എന്തുവാ പറയേണ്ടതെന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ പ്രൊമോഷൻ ഇവൻസിൽ ഒരുത്തനുണ്ടല്ലോ, ഏത് മോഹൻലാലിൻ്റെയും വിഷ്ണു മോഹൻലാലിൻ്റെ അടുത്ത് നമ്മളൊരു ചോദ്യം ചോദിച്ചത്, അതുകൊണ്ട് മോഹൻലാലിൻ്റെ മോഹൻലാലിൻ്റെ കാലുക്കടിയൊക്കെ ഉണ്ടോയെന്ന്. അത്രയും നാണമില്ലാത്തവനൊരു അടി ഈ സിനിമയിൽ ഒരു മൊമെൻറ്റിൽ കൊടുക്കുന്നുണ്ട്. അത്രയും ഒരു ജേർണലിസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്തെങ്കിലും ആവട്ടെ, ഏത് സോഷ്യൽ മീഡിയ ആവട്ടെ, എന്തായാലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് എവിടെ നിന്ന് എങ്ങനെ ഏത് സന്ദർഭത്തിലാണ് ആ ചോദ്യം ചോദിക്കുന്നത്, അത് എങ്ങനെയാണ് ആ ചോദ്യം ചോദിക്കുന്നത്, അത് വേറൊരു രീതിയിലായൊക്കെ ചോദിക്കാം. കാലുപൊക്കി അടിയുണ്ടോയെന്ന്, നല്ല ആക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കാം. അതിന് പകരം ഇങ്ങനെയൊക്കെ ചോദിച്ച് എന്ത് നേട്ടമാണ് അവർക്ക് ഉണ്ടാക്കുന്നത്? അങ്ങനെയുള്ള ഒരുത്തനിട്ട് അതും ഒരു സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് കാണിക്കുന്ന ഒരു അപമര്യാദയാണ്. എനിക്ക് അന്നും തോന്നിയതാണ് ആ വീഡിയോ കണ്ട സമയത്ത്. എന്നാൽ മോഹൻലാൽ അതിനെ വേറൊരു രീതിയിൽ അത് ട്രീറ്റ് ചെയ്തു. അത് മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമാണ്. വേറെ ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ ആ പത്രപ്രവർത്തകനിട്ട് തെറി കിട്ടിയാനെ. തെറിയല്ല, അതിനേക്കാൾ നല്ല രീതിയിലാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്തത്. പക്ഷെ അതൊരു പബ്ലിക് പ്ലേസിൽ അങ്ങനെ അധികം ഹാർഷായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വേറെ രീതി എഴുതി പിടിപ്പിക്കും. ഒരടി അതിനകത്ത് അവനിട്ട് കൊടുക്കുന്നതാണ് എനിക്ക് തോന്നിയത്. അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നല്ല രസമായിരുന്നു. ബാക്കിയൊക്കെ പിന്നെ ഫസ്റ്റ് ഹാഫ് ജസ്റ്റ് ഒരു ലാഗൊന്നും ഇല്ലെങ്കിലും ഒന്നും ഇല്ല ഈ പടം എന്ന് തോന്നിപ്പോകുന്ന ഒരു രീതിയിൽ ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയിട്ടൊരു ഇൻ്റർവെൽ ബ്ലോക്ക് കൊണ്ടുവന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ട്രാക്കിലാണ് പടം. വൻ പടം പ്രതീക്ഷിക്കരുത്. ചെറിയൊരു ആക്ഷൻ, നമ്മുടെ ഫാമിലി ആക്ഷൻ ഡ്രാമ എന്ന ഒരൊറ്റ രീതിയിൽ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ പടം നല്ല രീതിയിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പടമായിരിക്കും. ഓക്കെ, ബൈ.